ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ കേരള പാഠാവലി നാളെ 6ാം ക്ലാസ്സിലെ നാളത്തെ കേരള പാഠാവലി എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ? എല്ലാവരും റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മൾ ഹേമലിനിലെ കുഴലൂത്തുകാരൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുറേ കൊല്ലം ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, വേറെ ഒന്നുമല്ല, വളരെ എളുപ്പമുള്ളതാണ്, സംഭാഷണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചാണ് നമുക്ക് സംഭാഷണം എഴുതേണ്ടതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ മിസ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോങ് വീഡിയോയിൽ ഇത് 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ടാകത്തുള്ളൂ. ലോങ് വീഡിയോയിൽ നിങ്ങൾക്ക് ആൻസറും ഒക്കെ മിസ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഹാമലിൻ പട്ടണത്തിലെ എലികളെല്ലാം എലികളെല്ലാം വന്ന് കുഴലൂത്തുകാരൻ എലികളെ തുരുത്താൻ വന്ന കുഴലൂതുകാരൻ അവസാനം ചെയ്തത് നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ ആ കുഴലൂതുകാരനെ കണ്ടുമുട്ടിയാൽ നടത്താനിടയുള്ള സംഭാഷണം തയ്യാറാക്കൂ. ഇപ്പം മക്കളെ, ഹാമലിൻ പട്ടണത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? അവസാനം നമ്മുടെ കുഴലൂത്തുകാരൻ എന്ത് ചെയ്തു? നമ്മുടെ ഈ മേയർ 1000 പൊൻപണം കൊടുക്കുന്നു പറഞ്ഞിട്ട് തരില്ല എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആർക്ക് ദേഷ്യം പിടിച്ചു? നമ്മളുടെ കുഴലൂത്തുകാരനല്ലേ. വാക്കുമാറ്റിക്കൊണ്ട് നമ്മുടെ കുഴലൂത്തുകാരന് ദേഷ്യം പിടിച്ചു. അപ്പോൾ നമ്മുടെ കുഴലൂത്തുകാരൻ എന്താ ചെയ്തത്? ആ കുട്ടികളെ എല്ലാം പിടിച്ച് അവരുടെ ഒരു ഈണത്തിലൂടെ അവർ മരിച്ചു. ആ കുട്ടികൾ മരിച്ചോ ഒന്നും ഒരാൾക്കും അറിയില്ല അല്ലേ. മലേൻ്റെ മുകളിൽ കൊണ്ടുപോയി എന്തോ ചെയ്തു അല്ലേ. അപ്പം അത് ശരിയാണോ? അല്ല. പക്ഷെ മേയർ കാണിച്ചത് ശരിയാണോ? അതും ശരിയല്ല അല്ലേ. അപ്പം അതിനെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഒരു സംഭാഷണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംഭാഷണം ചെയ്യാം. ഓക്കെ, നമ്മുടെ സംഭാഷണം ചെയ്യാം. ഓക്കെ, സംഭാഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മുടെ സംഭാഷണം നോക്കാം. ഇതാണ് നമ്മുടെ സംഭാഷണം എന്ന് പറയാന്നുണ്ടെങ്കിൽ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ സംഭാഷണത്തിൻ്റെ ആൻസർ നമുക്ക് വായിച്ചു നോക്കിയാലോ? നമുക്ക് വായിച്ചു നോക്കാം. വളരെ എളുപ്പമാണ്. യെസ്. മാളു, നിങ്ങളുടെ പേരിടുക. മാളു അല്ല നിങ്ങളുടെ പേരെന്താ? വേറെ പേരാണെന്നുണ്ടെങ്കിൽ കുട്ടുവോ മുട്ടുവോ എന്താ പേര് എന്നുള്ളത് ഇടുക. മാളു, കുഴലൂത്തുകാരാ, നിങ്ങൾ ഹാമലിൻ നിവാസികളോട് എന്തു വലിയ ചതിയാണ് ചെയ്തത് എന്നാണ് ആര് ചോദിക്കുന്നത്? മാളു അഥവാ നിങ്ങൾ ചതിയാണ് ചെയ്തത്. അവരാരും നിങ്ങളോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് ആരാ ചോദിക്കുന്നത്? നമ്മുടെ മാളു അഥവാ നിങ്ങൾ. കുഴലൂത്തുകാരൻ, അവർ തെറ്റു ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ നേതാവല്ലേ മേയർ, അയാൾ എന്നോട് ചെയ്തത് എന്താണ്? മാളു, അയാൾ ചെയ്തത് തെറ്റു തന്നെ. അതിന് അയാളെ ശിക്ഷിച്ചാൽ പോരായിരുന്നോ? അടുത്തത് കുഴലൂത്തുകാരൻ, അയാൾ തെറ്റു ചെയ്തപ്പോൾ തിരുത്തേണ്ടിയിരുന്നത് ആ പട്ടണവാസികളല്ലേ. അവർ അതു ചെയ്തില്ല. എൻ്റെ മുന്നിൽ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. മാളു, കുട്ടികളില്ലാത്ത ഹാമലിൻ പട്ടണം മരണ വീട് പോലെ മൂകമായി കിടക്കുകയാണ്. അങ്ങനെയെങ്കിലും കുട്ടികളെ തിരികെ കൊണ്ടുവരുമോ? കുഴലൂത്തുകാരൻ, മേയർ എന്നോട് മാപ്പ് പറയട്ടെ എന്നാര് പറഞ്ഞു? നമ്മുടെ കുഴലൂത്തുകാരൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഒരു 6 എക്സ്ചേഞ്ച് ആയിട്ട് പറയാം കേട്ടോ. ഒരാൾ 3 അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എലി എന്നതിൻ്റെ പകരം പദം ഏത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് എലി എന്നതിൻ്റെ പകരപദം ഏത്? ശുനകൻ, മൂഷികൻ, പൂഷകൻ. ഏതാ? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. വേറൊന്നുമല്ല, നമ്മുടെ
മൂഷികനാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭാഷണം. ഒന്ന് പഠിച്ചു വെക്കാം. എക്സ്ചേഞ്ച് എഴുതണം. ആൻഡ് 1 വേർഡ് ക്വസ്റ്റ്യനും പിന്നെ ആരാണ് ഈ കവിത രചിച്ചതും കവിത ആരൊക്കെയാണ് എഴുതിയത്, കവിത എഴുതിയത്, രചിച്ചതെന്നൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ താങ്ക് യു മൈ ഡിയേഴ്സ്.